ഒരു എക്സിറ്റ് പോളിൻ്റെ താൽക്കാലിക ബലത്തിൽ ചില ഞാഞ്ഞൂലുകൾ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. UDF ആണ് വരാനുള്ള സാധ്യത എന്ന നേരിയ സൂചന നൽകുന്ന ഒരു എക്സിറ്റ് പോൾ ഫലം മാത്രമാണ് ഇവരുടെയൊക്കെ ബലം. മെയ് 4-ാം തീയതി വരാൻ പോകുന്നത് എക്സിറ്റ് പോൾ പ്രവചിച്ച പോലുള്ള റിസൾട്ട് ആകും എന്ന് യാതൊരു ഉറപ്പുമില്ല. നേരിയ സൂചനയാണ് ഇന്നലെ എക്സിറ്റ് പോളിൽ വന്നത്. LDF ആകാനുള്ള സാധ്യത ഇപ്പോഴും സ്വതന്ത്രമായി ചിന്തിക്കുന്ന മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും തള്ളിക്കളഞ്ഞിട്ടുമില്ല. LDF ആണെങ്കിൽ കൃത്യമായും പ്രത്യാശയിൽ തന്നെയാണ്. UDF അമിതാവേശം കാണിക്കുന്നുമില്ല, അമിത പ്രതീക്ഷ കാണിക്കുന്നുമില്ല. അങ്ങനെയൊക്കെ ആയിരിക്കെ B. അശോക് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ ഇന്നലെ ഒരു ചാനലിൽ വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് ഇതുപോലെ പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രി വേറെയില്ല എന്നാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പറഞ്ഞു. ഇത്രയ്ക്ക് നീതിബോധമില്ലാത്ത, ഇത്രയ്ക്ക് ജനങ്ങളോട് ക്രൂരത കാണിക്കുന്ന, ഇത്രയ്ക്ക് നിരാശ സമ്മാനിച്ച, ഇത്രയ്ക്ക് നിസ്സംഗത കാണിച്ച എന്നൊക്കെ പറഞ്ഞു. എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ജനതയോട് ചെയ്ത അനീതി എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന് ഒരു ബ്ലഡ് പ്രഷർ രോഗിയെപ്പോലെ, രക്തസമ്മർദ്ദം ഉയർന്നതുപോലെയുള്ള വർത്തമാനം മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. അതങ്ങനെ പറയാൻ കാര്യം, ഞാൻ ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തി പറയുകയാണ് വിനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ സ്വഭാവം, ആമുഖം. നമ്മൾ ഈ പഴയ ചില കുട്ടമ്പുള്ള പോലീസുകാരുണ്ട്, അവർ ഒരു പ്രതിയെ, ഒരു പുള്ളിയെ, അങ്ങനെയാണല്ലോ പറയുക പണ്ടൊക്കെ, കയ്യിൽ കിട്ടിയാൽ നിന്നെ ഞാൻ കാണിച്ചു തരാമടാ, ഈ നാട്ടിലെ മുഴുവൻ മോഷണവും നിന്റെ തലയിൽ വയ്ക്കും എന്നൊക്കെ പറഞ്ഞാൽ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത് പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചില പ്രാദേശിക, ചില ലോക്കൽ നേതാക്കന്മാർ, അവർ കളിയാക്കി പറയല്ല, സ്റ്റേജിൽ നിന്ന് പറഞ്ഞിങ്ങനെ വിറഞ്ഞു കയറും. പിന്നെ അവരെന്തും പറയും, രാഷ്ട്രീയ എതിരാളിയെക്കുറിച്ച് വായിൽ തോന്നുന്ന എന്തും പറയും. ഒരു രക്തസമ്മർദ്ദം ഉയരുന്ന പോലെ ഇങ്ങനെ ഉയർന്നു വരും എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ ഒരു ചാനലിൽ വന്നിരുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന സമയത്ത് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി ഈ രാത്രിയിൽ പറയുകയാണ് എന്ന ആമുഖത്തോടു കൂടി വലിയ വിളംബരങ്ങൾ നടത്തിയത്. ഒരടിസ്ഥാനമില്ലാത്ത പ്രസ്താവനകളാണ് പിണറായി വിജയനെക്കുറിച്ച് അയാൾ പറഞ്ഞത് എന്ന് പറയുന്നതിന് മുമ്പ് ആ കാര്യം എല്ലാവർക്കും അറിയാം. ക്രൂരതയുടെയും ഉത്തരവാദിത്വമില്ലായ്മയുടെയും പരാജയത്തിൻ്റെയും നിരാശപ്പെടുത്തലിൻ്റെയും ഒക്കെ കാര്യം പിണറായിക്ക് യോജിക്കാത്ത തൂവലുകളാണ്. കഴിഞ്ഞ 10 വർഷം LDF സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് നൽകി എന്ന് കേരള ജനതയ്ക്ക് അറിയാം. ഓരോന്നായി 1 by 1 എടുത്ത് പറഞ്ഞ് ഒരു ഇലക്ഷൻ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം തന്നെ, ഈ B. അശോക്, ഒരു വർഷം മുമ്പ് പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രമായ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എക്സ്പ്രസ് ഡയലോഗ് എന്ന് പറയുന്ന വിഖ്യാതമായ അഭിമുഖ പരിപാടിയിൽ പറഞ്ഞ എന്തൊക്കെയാണ്? ഒരു വരി മാത്രം പറയാം. പിണറായി സാറിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ആളാണ്. പ്രത്യേകിച്ച് വൻകിട പദ്ധതികളൊക്കെ നടപ്പാക്കുന്ന കാര്യത്തിൽ വലിയ സ്ട്രെങ്ത് കാണിക്കുന്ന ആളാണ് അദ്ദേഹം. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് കുറേ പ്രകീർത്തിച്ച് ചില സന്ദർഭങ്ങൾ, ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ പിണറായി സാർ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നന്മകളും സ്ട്രെങ്തും ഭരണാധികാരി എന്നതിനുള്ള മികവും ഒരു വർഷം മുമ്പ് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമത്തിൽ വന്നിരുന്ന് എണ്ണി പറഞ്ഞ അതേ അശോകാണ് കയ്യിൽ ലഭിച്ച സസ്പെൻഷൻ അടിച്ച് കൈ കിട്ടിയപ്പോൾ നേരെ തകിടം പറഞ്ഞത്. എന്താണ്? പിണറായി വിജയൻ ഭയങ്കര കുഴപ്പക്കാരനാണത്രേ. അതിന് കാരണമുണ്ട്. എന്താണെന്നറിയോ? UDF വരും എന്ന നമ്മൾ ആദ്യം പറഞ്ഞ പ്രതീക്ഷയുടെ ഒരു തുമ്പ്. UDF വന്നാൽ ഈ അശോക അടക്കമുള്ള ചില ആളുകളെ എടുത്ത് തലയിൽ വയ്ക്കും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, UDF വരുന്നു എന്ന് തന്നെ വിചാരിക്കുക. KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ VD സതീശനോ ആരോ മുഖ്യമന്ത്രി ആവട്ടെ, അവർ തർക്കിച്ചൊരു തീരുമാനത്തിൽ എത്തട്ടെ. പക്ഷേ കാര്യഗൗരവമുള്ള, കാര്യങ്ങളെ അതിൻ്റെ മെറിറ്റിൽ കാണുന്ന, ഉത്തരവാദിത്വ ബോധമുള്ള, അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയോടെ കാര്യങ്ങളെ കാണാൻ കഴിവുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ ഈ തരത്തിലുള്ള ഇത്തരം സാധനങ്ങളെ, ഈ ടൈപ്പ് സാധനങ്ങളെ എടുത്ത് തലയിൽ വയ്ക്കില്ല. കാരണം ഏത് സർക്കാരാണെങ്കിലും, ഏത് രാഷ്ട്രീയം പ്രതിനിധാനം ചെയ്യുന്ന ഗവൺമെൻറ് ആണെങ്കിലും ഈ ടൈപ്പ് സാധനങ്ങൾ ആ സർക്കാരുകൾക്ക് ഭാരമായി മാറുമെന്ന് ജനങ്ങൾക്കിടയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ച പൊതുപ്രവർത്തകർക്ക് മനസ്സിലാവും. അത് പിണറായി വിജയന് നേരത്തെ മനസ്സിലായി. രമേശ് ചെന്നിത്തലയ്ക്കായാലും KC വേണുഗോപാലിനാണെങ്കിലും സതീശനാണെങ്കിലും മനസ്സിലാവേണ്ടതാണ്.
അവർ ഇന്ന് രാവിലെ പെട്ടെന്ന് കെട്ടിയിറക്കപ്പെട്ട ജനപ്രതിനിധികളല്ലല്ലോ. ഗവൺമെൻറ് മാറിയാൽ എൻ്റെ സസ്പെൻഷൻ ഓർഡർ അന്ന് തന്നെ എടുത്ത് ക്യാൻസൽ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മേശപ്പുറത്ത് ഇരിക്കട്ടെ എന്നാണ് വെല്ലുവിളിച്ചത്. എങ്ങനെയാണ് ഇവർക്കൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്ത, ജനങ്ങളുടെ മാൻഡേറ്റുള്ള ഗവൺമെൻറ്റുകളോട്, ജനപ്രതിനിധികളോട്, മുഖ്യമന്ത്രിമാരോടൊക്കെ ഇത്ര ഉത്തരവാദിത്തരഹിതമായി സ്വന്തം രക്തസമ്മർദ്ദത്തിനനുസരിച്ച് പെരുമാറാൻ കഴിയുന്നത്? അദ്ദേഹത്തിൻ്റെ എക്സ്പ്രസ് ഡയലോഗിൽ അദ്ദേഹം ഉമ്മൻചാണ്ടി മുതൽ നരേന്ദ്രമോദി വരെയുള്ളവരെ ഭയങ്കരമായി പ്രകീർത്തിക്കുന്നുണ്ട്, ഓരോ സാന്ദർഭികമായിട്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ മികവ്, മുഖ്യമന്ത്രി എന്ന നിലയിൽ 15 വർഷം ഗുജറാത്തിൽ മോഡിയുടെ മികവ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ഭരണാധികാരികൾ അലോസരമുണ്ടാക്കിയാൽ അപ്പം തിരിഞ്ഞു പറയും. ഇവർ പിണറായിയെക്കുറിച്ച് പറഞ്ഞ പോലെ ഈ ആളുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കളയും. അത്രേ ഉള്ളൂ ഇവരുടെയൊക്കെ പ്രകീർത്തനത്തിൻ്റെ കാമ്പും കഴമ്പും. ഇവരുടെ നിലപാടുകളിലെ സ്ഥൈര്യവും ഇവരുടെയൊക്കെ നിലപാടുകളിലെ ധൈര്യവും അത്രയൊക്കെ ഉള്ളൂ. ആ ഇൻ്റർവ്യൂ തന്നെ മുഴുവൻ കേട്ട് നോക്കണം. ചാനൽ ചർച്ചയിൽ പറഞ്ഞ രക്തസമ്മർദ്ദം കൂടുന്നത് പോലുള്ള വർത്തമാനങ്ങളല്ല. കുറച്ചുകൂടി മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ സർവത്ര പുച്ഛമാണ് കേരളത്തിലെ സിവിൽ സർവീസിലുള്ള താഴെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട്. ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, കേരളത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഭാഷ അറിയില്ല, ഹിന്ദിയേ ഇല്ല, ഇംഗ്ലീഷാണെങ്കിൽ പിന്നെ ഒട്ടുമില്ല. എന്നൊരു പുച്ഛം, ഒരു നിവേദനം ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ, റെപ്രസെൻറ്റേഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ അറിയില്ല. അങ്ങനെ അവിടെ നിന്ന് ആട്ടി വിട്ടിട്ടുണ്ടത്രേ. അവിടെ നിന്ന് വരെ എന്ത് മര്യാദയില്ലാത്ത പുച്ഛത്തോടെയുള്ള പ്രതികരണങ്ങളാണ് സഹപ്രവർത്തകരെക്കുറിച്ച്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പൊതു സ്വഭാവം. ഇത് ഒരു തരത്തിലും വ്യക്തിഹത്യ നടത്താനൊന്നുമല്ല. പക്ഷേ BS അശോക് ഇരുന്ന് ഓരോ പോസ്റ്റിലും അവിടുത്തെ യൂണിയൻകാരോടുണ്ടാക്കുന്ന കലഹങ്ങൾ, യൂണിയൻകാരെക്കുറിച്ചൊക്കെ ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, പുച്ഛമാണ്. യൂണിയൻകാരുടെ റോളിനെ കുറിച്ചൊക്കെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച്, ആളുകളെ സംഘടിപ്പിച്ച്, തൊഴിലാളികളെ സംഘടിപ്പിച്ച്, കൊടി പിടിച്ച്, മുദ്രാവാക്യം വിളിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതി വന്നവരാണ് യൂണിയൻ നേതാക്കന്മാർ, വെറുതെ വരുന്നവരല്ല. പുച്ഛമാണ് ഇദ്ദേഹത്തിന്. ഇദ്ദേഹം മാത്രമാണ് ഏറ്റവും പെർഫെക്റ്റായ ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് പിണറായി വിജയനെ പോലെ 6 പതിറ്റാണ്ടിൻ്റെ ഗംഭീരമായ പൊതുപ്രവർത്തന പശ്ചാത്തലമുള്ള 10 വർഷമായി കേരളത്തെ നയിക്കുന്ന ക്യാപ്റ്റനെക്കുറിച്ച്, മുഖ്യമന്ത്രിയെക്കുറിച്ച് വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ടായി പറഞ്ഞത്. പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, പ്രകീർത്തനങ്ങൾ ഇവിടെ കിടക്കുന്നുമുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്, വിവിധ പ്ലാറ്റ്ഫോമുകളിൽ കിടപ്പുണ്ട്. അപ്പോൾ BS അശോകനെ പോലുള്ള ആളുകളുടെ കാമ്പും കഴമ്പും കണ്ടൻറ്റും എന്താണെന്ന് കേരളം കൂടുതലായി മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. ഒരു കാര്യം പറഞ്ഞ് നിർത്താം. അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു കാരണവശാലും സംഘപരിവാറിനോട് യാതൊരു മൃദു സമീപനമുള്ള ആളല്ല, കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇദ്ദേഹമൊക്കെ സർവീസിൽ നിന്ന് പോയി കഴിയുമ്പോഴായിരിക്കും ആ തനിനിറം പുറത്തു വരുന്നത്. സെൻകുമാറും ശ്രീലേഖയും ജേക്കബ് തോമസും ഒക്കെ എന്തെങ്കിലും തരത്തിൽ സംഘപരിവാറിനോട് ലീനിയൻസ് ആണെന്ന് കേരളം കരുതിയിട്ടുണ്ടോ? കാത്തിരുന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.